നമ്മൾ വാക്കിങ്ങിന് വന്നതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ സൈക്കിളാണ് ഓടിക്കുന്നത്, അമ്മ നടക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ സൈക്കിൾ ഓടിച്ച് ഇവിടം വരെ എത്തി. ഒരു റൗണ്ട് നടന്നു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് സൈക്കിൾ ഓടിക്കാൻ ഒരു ആഗ്രഹം. അങ്ങനെ അമ്മയ്ക്ക് സൈക്കിൾ കൊടുത്തു. ഒരു അരമണിക്കൂർ അമ്മ സൈക്കിളിൽ കയറാൻ പാടുപെട്ടു. പറ്റും. അച്ഛനെ വിളിക്കുന്ന എന്തിനാ? അച്ഛൻ 1 മണിക്ക് വന്നിട്ട് 7 മണിക്ക് കിടന്നുറങ്ങണം. മണി 8:30. പെട്ടെന്ന് വെയില് വരുന്നു. അമ്മയ്ക്ക് ചെയ്യാനൊന്നും പറ്റൂല. പോയാണ്. ഇല്ല ഞാൻ അവിടെ ഇരിക്കാം. ഇനി ചെയ്. എനിക്ക് വച്ചേ കൊച്ചിന്റെ കഴിഞ്ഞ ദിവസം പറ്റി ഇപ്പൊ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ചെയ്തു നോക്ക്. ഞാൻ പറഞ്ഞല്ലോ ചാട് കേറ്. അമ്മ ഓടെ പോകുമ്പോ ഞാൻ വിളിക്കാം അച്ഛനെ. അമ്മ ഹാൻഡില് വിളക്കാതെ. ഈ സ്റ്റുഡന്റ് ശരിയാവൂല. ഇപ്പൊ മോയ്ക്ക് ഞാൻ ട്യൂഷനിന്ന് പിരിച്ചു വിടണാവൂ. കൊറേ നേരമായി. 1/2 മണിക്കൂറങ്ങി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അമ്മ ഇതീട്ട് ഹാൻഡിൽ വിളക്കല്ലേ. സ്ട്രെയിറ്റ് പൊക്കോ. അങ്ങനെ എന്റെ അമ്മ സൈക്കിൾ ഓടിച്ചു. കഴിഞ്ഞ ദിവസം സൈക്കിൾ ഓടിച്ചിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് കയറാൻ കുറച്ച് പാടായിരുന്നു. 1/2 മണിക്കൂറായിട്ട് കയറുന്നതിന്റെ പ്രാക്ടീസിലായിരുന്നു. ഇനി അവിടെ പോയിട്ട് എന്താന്ന് വെച്ചാൽ കാണാം ഗൈസ്. ആദ്യം അമ്മ ഓട്ടിക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. ഒരു സംഭവമായിരുന്നു ഇവിടെ കിടന്ന്. അവിടെ പശുവൊക്കെ ഉണ്ട്. ഒരു അമ്മയാണ് ഈ ഇപ്പൊ കാണിച്ചിരുന്നത്. ഞാൻ നടക്കുകയാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നം. വേണ്ട, സൂമാക്കി കഴിഞ്ഞാൽ അതിനേക്കാളും പ്രശ്നം. ഞാൻ തൽക്കാലം ഇങ്ങനെ ചത്തിച്ചിക്കൊള്ളാം. അയ്യോ പോയി. ഞാൻ ഇനി ഏതറ്റത്തൂടെ നടക്കേണ്ടി വരുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞോണ്ട ദൈവമേ. അമ്മയാണെങ്കിൽ ഒരു സ്മൂത്ത് സ്പീഡിൽ അങ്ങോട്ട് പോകും. തിരിച്ച് ഇറങ്ങാനും പറഞ്ഞുകൂടാ, സ്ലോ ആക്കാനും പറഞ്ഞുകൂടാ, കേറാനും പറഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പോണ് ഗൈസ്. ഞാൻ ഇതിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കണം. നടന്ന് തന്നെ ഞാൻ തളർന്നു. അയ്യോ, എന്നിട്ട് പോലും എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പോലും എത്തിയില്ല. സൈക്കിളിലാണ്, സ്പീഡ് കൂടുതലാണ്. എങ്കിലും കൂടെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വെള്ളപ്പട്ടി തോടെ കറുത്ത് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ? പോയി. ആ വളവ് തിരിഞ്ഞു കഴിഞ്ഞ്. ഓ മൈ ഗോഡ്, ഈ വളവും കഴിഞ്ഞു പോയി. ഈ 2 വളവും കഴിഞ്ഞു പോയി. എനിക്കിവിടെ നടന്നിട്ട് എത്തുന്നില്ല. ഞാൻ കൊറേ നേരമായി നടക്കുന്നു ഗൈസ്. അയ്യോ, ഓട്ടോ കാർ വരുന്നു, അടിക്കോ. ഇത്തിരി ഓവറാണോ എന്തോ. ഇപ്പത്തെ അമ്മ സൈക്കിളിൽ നിന്ന് വരുന്നുണ്ട്, കാണിച്ചു തരാം. ഇപ്പൊ വരുവേ. അത് കഴിഞ്ഞ് ഓട്ടിച്ചു തുടങ്ങിയപ്പോ ചാട, ഒടുക്കത്തെ ചാട. അങ്ങനെ പോയി ഗായ്സ്. ഇത്രയും നേരം ഞാൻ വീഡിയോ എടുത്ത് അമ്മ പുറകെ നടന്നു. ഞാൻ തളർന്നു. മതി എന്നെ കൂടെ പുറകെ കയറ്റി പ്ലീസ്. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞത് പോ, ഇല്ലെങ്കിൽ ഇപ്പൊ അടുത്ത കിണറ്റി കിടക്കും. കാണാമോ നിങ്ങൾക്ക്? ദോ പോണ ഒരു 1 പോലത്തെ ഒരു സംഭവം. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചിട്ടാണ്. ദോ പോണ് ഗായ്സ്. എൻ്റെ അമ്മ ഉണ്ടല്ലോ ഇവിടെ നിന്ന്. അയ്യോ, എന്താ അമ്മ ഉണ്ടല്ലോ അവിടെ പോയി അങ്ങ് അറ്റത്ത് പോയി വളച്ച് തിരിച്ചെടുത്തോന്നാണ് ഞാൻ കാണിച്ചെന്നല്ലോ. എന്നിട്ട് ഇതാ ഇപ്പൊ ദോ അങ്ങ് പോയി. ഇതൊരിക്കൽ ഞാൻ അടുത്തെത്തിയിട്ടുള്ളത്. ഞാൻ വെറുതെ ഇങ്ങനെ നടന്നിട്ട് മാത്രമേ ഉള്ളൂ. അമ്മ ദോ പോണു. ദോ കാണാൻ പറ്റില്ല കേട്ടോ. ഇവിടെ കുറേ മരങ്ങളുണ്ട്. നല്ല വലിയൊരു പാടമാണ്. അപ്പം
ഇത്രയും വലിയ പാടത്തിനകത്ത് ഈ മരങ്ങൾക്കിടയിൽ കൂടെ അമ്മ എങ്ങനെ കാണാനാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. അമ്മ അവിടെ വെച്ച് എങ്ങനെ നിന്നെന്നോ എങ്ങനെ ഇറങ്ങിയെന്നോ തിരിച്ചെങ്ങനെ ചവിട്ടി കയറിയെന്നോ എനിക്കൊരു പിടുത്തമില്ല. അപ്പൊ അങ്ങനെ അമ്മ അങ്ങ് അറ്റത്തെത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതോ അവിടെ വെച്ച് വണ്ടി സ്റ്റോപ്പ് വെച്ചുകൊണ്ട് അവിടെ സൈക്കിള് നിർത്തി വെച്ചിട്ട് വെയിറ്റിംഗ് ആണ് എനിക്ക് വേണ്ടിയിട്ട്. ഞാനൊന്ന് അങ്ങോട്ട് എത്തിക്കോട്ടെ. അയ്യോ, ഞാൻ ഓടട്ടെ കേട്ടോ. അപ്പൊ അങ്ങനെ ഗൈസ് ഞാൻ അടുത്തെത്തി. അപ്പൊ അമ്മ പറയാണ് അമ്മ ഓടിച്ച് തളർന്നു, അങ്ങനെ ഞാൻ ഓട്ടിക്കാൻ. ഓക്കെ, കാണിച്ചു തരാം. അമ്മ ഇറങ്ങിക്കോ. ഓപ്പോസിറ്റ് സൈഡ്. അന്ന് സൈക്കിൾ അവിടെ കിടത്തിയിട്. സൈക്കിൾ കിടത്തിയിട്, അവിടെ അങ്ങിട്. എന്നിട്ട് ഇറങ്ങി. പിന്നെ ഞാൻ പക്കി വെച്ചോ. പിന്നെ ഞാൻ ഓട്ടിക്കുന്ന കൂടെ വീഡിയോ എടുക്കോ.